സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഈ മാസം 17-ന് ഉപരോധ സമരം നടത്തും. സംസ്ഥാനത്തെ മുഴുവൻ ആശമാരും സമരത്തിൽ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം ആശാ വർക്കർമാർക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തുന്നതിന് CITU നേതാവ് KN ഗോപിനാഥിന് വക്കീൽ നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, എന്താണെങ്കിലും ഇത്രയധികം ദിവസങ്ങൾ ഈ സമരം നീണ്ടു നിന്നിട്ടും അവരുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളാത്ത പക്ഷം സമരം കടുപ്പിക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ആശമാർ എല്ലാ തരത്തിലും അവർക്കുള്ള പ്രതിരോധം അവർ തീർക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ ഇത് സംബന്ധിച്ച വിവരങ്ങൾ? നിയമലംഘന സമരം നടത്താൻ തന്നെയാണ് ആശാ വർക്കർമാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന 17-ാം തീയതിയാണ് ഈ സമരം നടത്തുക. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ഇവരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരും ഈ ഉപരോധത്തിൽ പങ്കെടുക്കുമെന്നാണ് ആശാ വർക്കർമാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സമരം ഒരു മാസം പിന്നിടുകയാണ്. നാളെ ഒരു മാസം തികയുകയാണ് ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട്. അതിനിടെ ഒരു ചർച്ച മാത്രമാണ് സർക്കാർ നടത്തിയത്. തുടക്കത്തിൽ അത് പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം യാതൊരു ചർച്ചയ്ക്കും സർക്കാർ തയ്യാറായിട്ടില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ സമരത്തിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. കോൺഗ്രസിന്റെയും BJP അടക്കം പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ സംഘടന, അവരുടെ ബഹുജന സംഘടനകളൊക്കെ ഇവർക്ക് പിന്തുണയുമായി വരികയും ചെയ്തതാണ്. ഈ സംഘടനകൾ ഈ ഉപരോധ സമരത്തിനും പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണെന്ന് ഇതിന്റെ ഭാരവാഹികൾ പറയുന്നുണ്ട്. എന്തായാലും നിയമലംഘന സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് ഈ ആശമാരുടെ തീരുമാനം. അതിനൊപ്പം തന്നെ CITU നേതാവ് KN ഗോപിനാഥിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിച്ചപ്പോൾ അധിക്ഷേപ പരാമർശം ഗോപി നടത്തിയിരുന്നു. അതിന് പിന്നാലെ വലിയ വിമർശനം അതിന് ഉയരുകയും ചെയ്തു. ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആ വാക്ക് സുരേഷ് ഗോപി വന്നപ്പോൾ പറഞ്ഞ വാക്ക് പിൻവലിക്കണം, അത് പത്രത്തിൽ നൽകണം, അല്ലാത്ത പക്ഷം 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി ബിനിൽ.